സ്ത്രീയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു പുരുഷനും ചൂഷണം ചെയ്യില്ല. നിന്ന് കൊടുത്തിട്ട് കുറ്റം പറയരുത്. ഷീലു എബ്രഹാം. നിർമ്മാതാവും നടിയുമെല്ലാമായ ഷീലു എബ്രഹാം സാമൂഹിക വിഷയങ്ങളിൽ അടക്കം ഇടപെട്ട് തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്. മുഖത്ത് നോക്കി യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ വിമർശനങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും നേരിടേണ്ടി വരാറുമുണ്ട്. സ്ത്രീയുടെ സപ്പോർട്ടില്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും ചൂഷണം ചെയ്യില്ലെന്ന് പറയുകയാണിപ്പോൾ ഷീലു എബ്രഹാം. എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആളുകളെ ജഡ്ജ് ചെയ്യാൻ സമയമെടുക്കും. ഇൻട്രോവേർട്ടാണ്, പക്ഷേ ഇടയ്ക്ക് എക്സ്ട്രോവേർട്ട് ആകും. അതും എക്സ്ട്രീം ആയിരിക്കും. വേറൊരു വ്യക്തിക്ക് എന്നെ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനേ കഴിയോ, കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ പോലും അതിൽ പലതും ഹൈഡ് ചെയ്തിട്ടാകും സംസാരിക്കുക. ആരും പൂർണ്ണമായും പറയുമെന്ന് തോന്നുന്നില്ല. ആളുകൾക്ക് ഒരുപാട് ചാൻസ് കൊടുക്കുന്നയാളാണ് ഞാൻ. കാരണം അവരെ എനിക്ക് ഇഷ്ടമാണ്. മാത്രമല്ല ആ സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യും. ലിമിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ജഡ്ജ്മെന്റിലാകൂ. അധികം സുഹൃത്തുക്കളില്ല. എനിക്ക് എന്റെ കമ്പനിയാണ് ഏറ്റവും ഇഷ്ടം. സുഹൃത്തുക്കൾക്കൊപ്പം പോയാൽ പോലും 3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും. ഒബ്സർവേഷൻ സ്കിൽ ഉള്ളതുകൊണ്ട് ഒരു വ്യക്തിയോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുമെന്നും ഷീലു പറയുന്നു. പുരുഷന്മാരെക്കാൾ മൾട്ടി ടോക്കിങ്ങിന് കഴിവുള്ളത് സ്ത്രീകൾക്കാണ്. അതുപോലെ സ്ത്രീ ആയിരിക്കണം. അതിലാണ് ബ്യൂട്ടി എന്ന് വിശ്വസിക്കുന്നയാളാണ് താനെന്നും ഷീലു പറയുന്നു. സ്ത്രീകൾക്ക് നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ച് തനിക്കുള്ള കാഴ്ചപ്പാടുകളും ഷീലു പങ്കുവച്ചു. സ്ത്രീകൾ അടുക്കളയിൽ തളച്ചിടപ്പെടുന്നത് കൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും മാത്രമാണ് ചൂഷണം ചെയ്യപ്പെടുന്നതെന്ന് കരുതുന്നില്ല. പ്രേമം തോന്നിയതിന്റെ പേരിൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ഷീലു പറയുന്നു. റേപ്പിസ്റ്റുകളായ ആളുകളെ മാറ്റി നിർത്തുക, അത് വ്യത്യസ്തമാണ്. അവരുടെ സൈക്കോ പ്രശ്നമാണ്. കുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്നവരെ അവർക്ക് ഭയങ്കരമായ സൈക്കിക് പ്രോബ്ലം ഉണ്ട്. അവർ സൈക്കിക് ആണ്. അവർ ക്രിമിനൽസ് ആണ്. അവരെ ഞാൻ സൈക്കാട്രിക് പേഷ്യൻസ് എന്നേ വിളിക്കൂ. അതേസമയം ബാക്കിയുള്ള കേസുകൾ ഉണ്ടല്ലോ, സാധാരണ പുരുഷന്മാരായ വളരെ നോർമൽ ആയിട്ടുള്ളവർ, അവർ ചൂഷണം ചെയ്യുന്നുവെന്ന് സ്ത്രീകൾ പരാതിപ്പെടാറുണ്ടല്ലോ. അങ്ങനെയൊന്നും ആരും വന്ന് ചൂഷണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സൈഡിൽ നിന്നും ഒന്നെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ബെനിഫിഷ്യലായി ചെയ്യുന്നതാകും. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ചെയ്തോട്ടെ. അവർ എൻജോയ് ചെയ്യുന്നത് കൊണ്ടല്ലേ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞ ശേഷം ഒന്നും പറയരുത്. പ്രേമം തോന്നിയതിന്റെ പേരിൽ സംഭവിക്കുന്നത് ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2 പേർക്കും പ്രേമം തോന്നിയിട്ടാകും അവർ അത്തരം പ്രവൃത്തികളിലേക്ക് പോകുന്നത്. സ്ത്രീയുടെ സൈലന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു പുരുഷനും പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കുമെന്ന് കരുതുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അവരാണ് റേപ്പിസ്റ്റുകൾ. ഞാൻ അങ്ങനെ അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അതിനെ ചൂഷണമെന്ന് എങ്ങനെ പറയും? സ്ത്രീയെ കാണുമ്പോൾ പുരുഷന് അട്രാക്ഷൻ ഉണ്ടാകും. അവരെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നോട്ടത്തിൽ തന്നെ അട്രാക്റ്റഡ് ആകും. സ്ത്രീകളിൽ ഭൂരിഭാഗവും പക്ഷെ അങ്ങനെയല്ല. ഇമോഷണലി കണക്ട് ആകാതെ അവർക്ക് അട്രാക്ഷൻ വരില്ലെന്നും ഷീലു പറഞ്ഞു.